എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 1-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും എത്തിയിട്ടുണ്ട്. ഇനിയും എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. വരും ദിവസങ്ങളിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് കേന്ദ്രം എപ്പോഴാണോ തുക നൽകുന്നത് അപ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത് കൈകളിലുള്ള വിതരണമാണ്. നാളെ ലിസ്റ്റും പണവും എത്തുകയാണ് എങ്കിൽ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ച് നൽകുന്നതാണ്. ഞായറാഴ്ചയും വീടുകളിൽ എത്തിച്ച് നൽകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളാണ് പറയുന്നത്. 2024 ജൂൺ മാസം ആരംഭിക്കുമ്പോൾ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ജനങ്ങളെയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട 10ഓളം അറിയിപ്പുകളാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച നമ്മെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. വളരെ സുപ്രധാനമായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് 4-ാം തീയതി ചൊവ്വാഴ്ച വരാൻ പോകുന്നത്. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ജൂൺ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നതിനെക്കുറിച്ചും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 ജൂൺ 1-ാം തീയതി ശനിയാഴ്ചയും 2-ാം തീയതി ഞായറാഴ്ചയും റേഷൻ കട അവധിയാണ്. അവധി കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ കട ആരംഭിക്കുക. കഴിഞ്ഞ മാസം ഉള്ളതുപോലെ തന്നെയാണ് ഈ മാസവും റേഷൻ വിഹിതങ്ങൾ ഉള്ളത്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും, പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും, മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട, ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിലും, നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി 4 രൂപ നിരക്കിലും, സ്പെഷ്യൽ അരിയായി 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർ ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ജൂൺ മാസത്തെ അവധി കലണ്ടർ RBI പുറത്തിറക്കി. 10 അവധി ദിവസങ്ങളാണ് RBI കലണ്ടർ പ്രകാരം സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾക്ക് ഉള്ളത്. ഈ അവധികളിൽ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രാദേശിക അവധികൾ 2-ാമത്തെയും 4-ാമത്തെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധികളും ഉൾപ്പെടുന്നു. ബാങ്ക് അവധി ദിനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ATM എന്നിവ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താവുന്നതാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ്, കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും KSEBയുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും അറിയിപ്പുകൾ യഥാസമയം ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ സ്കൂളുകൾ 3-ാം തീയതി തിങ്കളാഴ്ച തുറക്കുകയാണ്. ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2024 ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തുണ്ടായ ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം ഉണ്ടായ കർഷകർക്ക് സംസ്ഥാന സർക്കാരിന്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ 2024 ജൂൺ 30 വരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. അതായത് കൃഷിഭവനിൽ നിന്നും തയ്യാറാക്കിയ പ്രാഥമിക വിവര റിപ്പോർട്ട് FIR പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കർഷകർ അതാത് കൃഷിഭവനുകളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 1 ജില്ലാ പഞ്ചായത്ത് വാർഡ്, 5 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ്, 6 മുനിസിപ്പാലിറ്റി വാർഡ്, 37 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായി ഇവ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ വാർഡുകളിലെയും വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ജൂൺ 6-നും അന്തിമ വോട്ടർ പട്ടിക ജൂലൈ 1-നും പ്രസിദ്ധീകരിക്കും. ജൂൺ 6 മുതൽ 21 വരെ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാവുന്നതാണ്. ഒപ്പം നിലവിലുള്ള പട്ടികയിൽ മാറ്റം വരുത്തുവാനും ഒഴിവാക്കാനും അവസരം ഉണ്ടാകും. മറ്റൊന്ന്, KSRTCയിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഓൺലൈനാക്കി. നേരത്തെ ഇത് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു നടത്തിയിരുന്നത്. www.concessionksrtc.com എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇളവിന് വേണ്ട
രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടത്. മറ്റൊന്ന്, വാഹന പുക പരിശോധന തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ പുതിയ മാറ്റങ്ങൾ വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് പുറമെ കേന്ദ്രവും ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക എത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ഡിസംബർ മാസത്തെ പെൻഷനാണ് 2024 ജൂലൈ 29, 30 ദിവസങ്ങളിൽ ആരംഭിച്ചത്. ഇന്ന് 31 തീയതിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലെ ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട്. ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ്. കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ഉണ്ടാകും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകളൊക്കെ ലഭിക്കുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. മറ്റൊന്ന്, രാജ്യത്ത് 7 ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന്റെ അവസാന ഘട്ടം ജൂൺ 1-നാണ്. അതിനുശേഷം ഗ്യാസ് വിലയിലും എണ്ണ വിലയിലും വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ 821 രൂപ 50 പൈസയാണ് ഉള്ളത്. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 1121 രൂപ വരെ എത്തിയ ഗ്യാസ് സിലിണ്ടർ വില 300 രൂപ 2 തവണകളായിട്ട് കുറച്ചിരുന്നു. ഇനി അത് ഇലക്ഷന് ശേഷം കൂടും. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ തീരായിട്ടുള്ള സിലിണ്ടറുകൾ അല്ലെങ്കിൽ 2 സിലിണ്ടറുകൾ ഉണ്ട് എങ്കിലൊക്കെ ഒന്ന് നിറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സ്വർണം ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളിൽ പണയം വെക്കുമ്പോൾ ഇനി 20,000 രൂപ മാത്രമാണ് ക്യാഷ് ആയിട്ട് കയ്യിൽ ലഭിക്കുക. ബാക്കി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ കൈമാറുകയാണ് ചെയ്യുക. RBIയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പുതിയ മാറ്റം. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്താം. മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ KYC ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം ജൂൺ മാസത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഗ്യാസിന്റെ ഒരു പുതുക്കൽ KYC ആണ്. അത് ഗ്യാസ് ആരുടെ പേരിലാണോ അവരാണ് ചെയ്യേണ്ടത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാം. ഗ്യാസ് ഏജൻസികളിൽ എത്തിയിട്ട് ചെയ്യാവുന്നതാണ്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ ഉണ്ടാകും. അതിന്റെ ഒരു അറിയിപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊന്ന്, ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയം ജൂൺ 14-ആണ്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അക്ഷയയിൽ പുതുക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട 10-ലധികം അറിയിപ്പുകളാണ് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നിങ്ങളെ അറിയിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ സാധ്യതാ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, ഇടുക്കി ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും ഉണ്ട്. അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,670, പവന് 53,360. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.